ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ നിന്ന് ലോറിയലിൻ്റെ ലോഡ് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് മാഡ്രിഡിലേക്കാണ് പോകേണ്ടത്. നമ്മളവിടെ നിന്ന് ലോഡ് കയറ്റിയപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. കാരണം അവിടെ മൊബൈൽ അവിടെ അല്ല ക്യാമറകൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ ഇത് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ പുറത്തിറങ്ങിയിട്ടാണ് സംഭവം വെച്ചത്. നമുക്കപ്പോൾ ഇന്ന് ഫ്രാൻസിൽ കയറാൻ പറ്റില്ല. കാരണം ഈ പോകുന്ന വഴിക്കായിട്ട് പെയ്ഡ് പാർക്കിംഗ് കാണാനില്ല, സെക്യൂരിറ്റി പാർക്കിംഗ് ഒന്നും കാണാനില്ല. നമുക്കപ്പോൾ മന്ദം പോകുന്ന വഴിക്ക് നൈസായിട്ട് വണ്ടി എവിടെയെങ്കിലും ഒതുക്കണം. അതിനുശേഷം 9 മണിക്കൂർ റെസ്റ്റ് ഇന്ന് വൈകിട്ട് എടുത്തിട്ട് നാളെ രാവിലെ തന്നെ എടുത്ത് പടയ്ക്കണം. സാധാരണ പോലെ തന്നെ പണികളൊക്കെ വളരെ തിരക്കുകളില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പുറത്തെ പാലത്തിൻ്റെ പണി കഴിയുമ്പോൾ അപ്പുറത്ത് തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് തുടങ്ങും. എന്തായാലും പണികളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടെന്ന് മാത്രം. നമുക്കപ്പോൾ ഒരു 150 കിലോമീറ്റർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തോടെ വേറൊരു ടണലുണ്ടായിരുന്നു മുകളിൽ കൂടെ. അപ്പോൾ നമ്മൾ അതിലിരുന്നു ആദ്യം ഞാൻ പോവാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ 350 യൂറോ 375 രൂപ കണ്ടായിരുന്നു അതിലേ പോകാനായിട്ട്. അപ്പോൾ കമ്പനി പറഞ്ഞിരുന്നു ഇനി പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കോളായിരുന്നു. അപ്പോൾ ഞാനിന്നത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, കഴിയുന്നേക്കാളും മുമ്പേ തന്നെ ചോദിച്ചു ഏത് റൂട്ട് എടുക്കണ്ടായിരുന്നു. ഓരോ താഴ്ത്തോടെ വന്നത്. ഇതാ നമ്മൾ 175 രൂപ അല്ല 140 കിലോമീറ്റർ അങ്ങോട്ട് കൂടുതലാണ്. അപ്പോൾ ഇതിലെ വണ്ടി എടുത്തങ്ങോട്ട് പോകുന്നു. നമുക്കപ്പോൾ ഇത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മാഡ്രിഡിൽ ലോഡ് ഇറക്കണം. അങ്ങനെയാണ് വിശേഷം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സവോണയിൽ നിന്ന് ഫ്രാൻസിലേക്ക്. ഇതപ്പോൾ ഇതുവരെയായിട്ട് എന്നോട് പറഞ്ഞാലേ സെക്യൂരിറ്റി പാർക്കിൽ ഇടാനായിട്ട്. പക്ഷേ സെക്യൂരിറ്റി പാർക്കിൽ ഇടാനുള്ള സംഭവമാണത്. DHLൻ്റെ ലോറിയലിൻ്റെ സംഭവം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാനായിട്ട് പാർക്കിംഗ് ഒന്നും കാണാനില്ല. അപ്പോൾ ഇവിടെയുള്ള വഴി എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇറ്റലിയിൽ തന്നെ ഇതുപോലത്തെ വല്ല പാർക്കിങ്ങിൽ അങ്ങനെ ഇടേണ്ടി വരും. ഈ റോഡിൻ്റെ സൈഡിൽ. എന്നിട്ട് നാളെ വെളുപ്പിന് വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അത് മാത്രമേ ഒരു ഓപ്ഷൻ നമ്മൾ കാണാനുള്ളൂ. അതല്ലാണ്ട് വേറൊരു മാർഗവും ഇതിൽ കാണാനില്ല. ഇവിടെ ഓബ്ലിഗേഷൻ വെച്ചിട്ടുണ്ടെന്ന് ഇൻവിയറിൻ്റെ ടയർ ഉണ്ടെന്ന്. അതായത് തണുപ്പത്തിടുന്ന ടയർ ഇട്ടോളന്ന് ഓബ്ലിഗേഷൻ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കാലത്ത് പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ഇന്നത്തെ കാണുന്നുണ്ട്.
അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. വണ്ടി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലോഡുണ്ട്. എങ്കിലും മാനേജബിളാണ്. ഇവിടെ എന്തോ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഹൈവേകളിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയുടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 ട്രക്കുകൾക്ക്. പക്ഷേ ഹൈവേയിൽ കംപ്ലീറ്റ് ട്രക്കുകളും ഇവിടുത്തെ ട്രക്കുകൾ 90 പോണതാണ് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ഹൈവേയിൽ പോയത് 90. ചില സ്ഥലത്തൊക്കെ ഒന്ന് ചവിട്ടി കൊടുത്തു, പക്ഷേ കുഴപ്പങ്ങൾ കണ്ടില്ല. ഇത് ഈ ഹൈവേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ റോട്ടിൽ നിന്നും ഒത്തിരി മുകളിലേക്ക് കയറ്റിയാണ് പണിതാക്കണേ. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവണമെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. എല്ലാ വണ്ടിയും കൂടെ അതിൻ്റെ മുകളിൽ കയറ്റിയാൽ മതി. നമ്മൾ വന്ന റൂട്ട് ഇതന്നെ. ഇവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാലും ഗ്രാമങ്ങളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു പഴമ അതുപോലെ തന്നെ ഉണ്ട്. ആൾക്കാർക്കൊന്നും ഒരു മാറ്റവും. ഇവിടെ പല സ്ഥലങ്ങളിലും വന്നിട്ട് ഓവർടേക്കിങ് പ്രൊഹിബിഷൻ വെച്ചിട്ടുണ്ട് ട്രക്കുകൾക്ക്. അവിടെ പ്രൊഹിബിഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാ പ്രൊഹിബിഷനും മാറ്റണ ബോർഡും വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സംഭവം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. 22 തൊട്ട് 6 മണി വരെ എന്തോ വർക്കുകളും പരിപാടികളുണ്ട്. സവോണ വരെ.
കഴിഞ്ഞ പ്രാവശ്യം തിരിച്ച് നമ്മളെ ബേസിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പോലീസ് എന്നെ ചെക്കിങ്ങിന് പിടിച്ചു. താക്കോഗ്രാഫ് റീഡ് ചെയ്തു. 2 മാസത്തെ ഫൈൻ. എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഞാൻ 100 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. 2 ആഴ്ചയിൽ കൂടുമ്പോൾ 3 പ്രാവശ്യം ഫൈൻ. അതിൽ 2 പ്രാവശ്യം, 1 പ്രാവശ്യം വന്നിട്ട് മഞ്ഞ് വീഴ്ചയുടെ സമയത്ത് ഇത് ചെക്കിങ്ങിൻ്റെ സ്ഥലം, അല്ലെങ്കിൽ ഇൻവിയർണോ തണുപ്പിൻ്റെ വിതരണ സ്ഥലം. 1 പ്രാവശ്യം വന്നിട്ട് തണുപ്പ് മഞ്ഞ് വീണ സമയത്ത് 10 മണിക്കൂർ കൂടുതൽ ഓടിച്ചിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം വന്നിട്ട് ഫ്രാൻസിൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഓടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഇടയിലാണ് ഈ 2 സംഭവിച്ചത്. അപ്പം ഞാൻ ആ ദിവസത്തെ അത് പ്രിൻ്റ് ചെയ്ത് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റീസൺ എഴുതിയിട്ട്. അപ്പം അത് 2ഉം ഫൈനിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. ഒരെണ്ണം പിന്നെ വേറെ നിവൃത്തിയില്ല. അപ്പം അങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിക്കാണ് പോലീസുകാരൻ, നല്ല പോലീസുകാരാണ്. പുള്ളിയാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ഫൈൻ വന്നിട്ടുണ്ട്, അത് കമ്പനിയിലേക്കാണ്, കമ്പനിയാണ് അടയ്ക്കാൻ, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഇഷ്ടമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സംഭവങ്ങളൊക്കെ അതിന് തീരുമാനമാക്കി കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് കമ്പനീനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കമ്പനി മൈൻഡ് ചെയ്യില്ല. കമ്പനി പറയും നോക്കാമെന്ന് പറയുന്നതല്ലാണ്ട് അവർ തിരിഞ്ഞ് പോലെ നോക്കില്ല. അത് മേടിച്ചവിടെ വയ്ക്കും. എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഫൈൻ വരും. ഇപ്പം ഇവിടുത്തെ ഫൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 100 യൂറോണ് ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ 50% ഡിസ്കൗണ്ട് ഉണ്ടാവും 3 മാസത്തിനകത്ത്, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് നമ്മൾ തിരിച്ചടയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ തിരിച്ചടയ്ക്കണം, പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിനെതിരായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. നമുക്ക് തന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി. അതല്ലാത്ത പക്ഷം 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുഴുവൻ പൈസയായിട്ട് അവർ വീണ്ടും അയക്കും. എന്നിട്ടും നമ്മൾ പൈസ അടച്ചില്ല എങ്കിൽ നമുക്ക് ഈ ടാക്സ് റിട്ടേൺസ് കാണിക്കണ്ട എല്ലാ വർഷവും. ഇവിടെ ടാക്സ് റിട്ടേൺസ് കാണിക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പൈസ ഇങ്ങോട്ടാണ് വരാം, തിരിച്ചു തരാനോ ചെയ്യാം. ടാക്സ് റിട്ടേൺസ് കാണിക്കുമ്പോൾ എങ്ങനെ പോയാലും കുറച്ച് പൈസ ഉണ്ടാവും, അതിൽ നിന്ന് അവർ പിടിക്കും. അതിപ്പോൾ ഇവിടുത്തെ എന്ത് ഫൈനാണെങ്കിലും അങ്ങനെയാണ്. ഗവൺമെൻറ് ഇതിലേക്ക് ഫൈൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കും, ഇങ്ങനെ ടാക്സ് റിട്ടേൺസിന് കാണിക്കും. അപ്പം നമുക്ക് ടാക്സ് റിട്ടേൺസ് ഇങ്ങോട്ട് തരാനായിട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവരടുത്ത ഇത് പറയും, എപ്പോഴാണോ ബാങ്കിൽ പൈസ കയറുന്നത് ആ സമയത്ത് പിടിക്കുമെന്ന് പറയും. നമ്മുടെ പേരിൽ എവിടെ അക്കൗണ്ട് കൂടി കഴിഞ്ഞാലും അവർ പിടിക്കും അന്നത്തെ പൈസ വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ലയെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പെൻഷൻ കിട്ടുന്ന സമയമായിട്ട് 65 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പെൻഷൻ കിട്ടും. ആ സമയത്ത് ഗവൺമെൻറ് പിടിക്കും. അല്ലെങ്കിൽ പിന്നെ ആ സമയത്തൊക്കെ കേസിന് പോകണം, എനിക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ചടങ്ങ് പരിപാടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടം വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടെ താമസിക്കണം. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഈ പാലം യാത്ര മാത്രമുള്ളൂ തോന്നുന്നു. ഗ്രാമങ്ങളൊക്കെ വളരെ റയറാണ് ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മല കയറിക്കൊണ്ടിരിക്കുക. വണ്ടി 80 വിട്ട് മുകളിലേക്ക് കയറണമല്ലേ, ആഞ്ഞ് ചവിട്ടിയിട്ടും. അത്യാവശ്യം ലോഡുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം.
ഇതാണ് ക്യാമറ. പക്ഷെ നമ്മൾ വന്നപ്പോൾ 90-ലായിരുന്നു പല സ്ഥലത്തും. അടിക്കണേ കണ്ടില്ല. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമ്മളപ്പോൾ മാന്യമായ രീതിയിൽ നിന്ന് ആ ടണലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും പണി നടക്കണം അവിടെ. അറുപതാണ് സ്പീഡ് ലിമിറ്റ് ഇവിടെ കൊടുത്തേക്കണത്. ഇവിടെ പാലം ഒരുമിച്ചല്ല ഉണ്ടാക്കിയേക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് 2 ഭാഗത്തായിട്ട് ഉണ്ടാക്കിയാണ്. അങ്ങോട്ട് പോകാനായിട്ട് അതും ഇങ്ങോട്ട് പോകാനായിട്ട് ഈ താഴ്ത്തും. ഇവിടെ മാന്യമായ രീതിയിൽ പണിയും നടപ്പുണ്ട്. നോക്കിയും കണ്ടു പോയില്ലെങ്കിൽ റോഡിൻ്റെ സൈഡ് വണ്ടിയും ഇരിക്കും, അല്ലെങ്കിൽ വണ്ടിയുടെ സൈഡ് റോഡിലിരിക്കും. ഇത് അടുത്ത കാലത്തൊന്നും മാറുന്നു തോന്നണില്ല. ഇതിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തിന് മേലെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2 പ്രാവശ്യം വന്നിട്ടുണ്ട് പൂക്കളുമായിട്ട്, അതായത് വണ്ടിമ, അല്ലാണ്ട് കുറേ വന്നിട്ടുണ്ട്. അങ്ങനെ റോഡ് പണി ഏകദേശം തീർന്നു. ഇനി നമ്മളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ, അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കാണാത്. അങ്ങനെ മെയ്വഴക്കമുള്ള സർക്കസുകാരനെ പോലെ നമ്മൾ ഇതിങ്ങനെ ഓടിച്ച് നടക്കണം. കൂട്ടുകാരെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് ഇറ്റലി വിശേഷങ്ങൾ. എന്തായിരുന്നാലും ഇനി നമുക്ക് ഒരു 3 കിലോമീറ്റർ കൂടെ കഴിയുമ്പോഴേക്കും അടുത്തതിലേക്ക് കയറണം. അതിനുശേഷം നമുക്ക് ഈ പുള്ളിയുടെ പുറകെ സാവധാനം പോണ്ടി വരും. ഇതൊരു UK വണ്ടിയാണെന്ന് തോന്നുന്നു. റെമോൾക്ക് വന്നിട്ട് UK-യുടെ. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. 700 കഴിഞ്ഞേപ്പിക്കും
അടുത്ത വർക്ക് നമുക്ക് ആ വർക്ക് En 2 kilómetros, mantente a la izquierda por la E717. ടൊറീനോ സഗോണ നമ്മൾ പോകുന്നത് ടൊറീനോയിലേക്കായിരുന്നു. നമ്മൾ പറഞ്ഞ മാതിരി ഇവിടത്തെ വർക്ക് വീണ്ടും. അപ്പം നമ്മളിങ്ങനെ ഉന്തി തള്ളി സാവധാനം നീങ്ങട്ടെ. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.